ഹായ് ഫ്രണ്ട്സ്, R4iയിലേക്ക് സ്വാഗതം. നിഫ്റ്റി അതിൻ്റെ മൊമെന്റം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത്. വീക്കിലി ബേസിൽ നമ്മൾ RSI നോക്കുകയാണെങ്കിൽ അത് ആ ഒരു 58 എന്നുള്ള ലെവല് വിട്ടുകൊണ്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് രീതിയിലുള്ള ശക്തമായൊരു മൂവ് നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന് ഒരു 100 പോയിന്റിന്റെ റാലി നടന്നെങ്കിലും 24,500 മുകളിലുള്ള ഒരു ക്ലോസിംഗ് അതിലേക്ക് വരാൻ നിഫ്റ്റിക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും മാർക്കറ്റ് ഇപ്പോഴും ഒരു ഗ്രീഡി സോണിൽ തന്നെ നിൽക്കുകയാണ്. ഇൻവെസ്റ്റേഴ്സ് വളരെയധികം കോഷ്യസ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുക. മാർക്കറ്റ് വൈഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 60% സ്റ്റോക്കുകളും ഇന്ന് അപ്സൈഡ് പോയതായിട്ട് കാണാം. നിഫ്റ്റി 50 സ്റ്റോക്കുകളിൽ ഏറ്റവും അധികം ഇന്ന് മൂവ് ചെയ്തത് ഒന്ന് അദാനി എന്റർപ്രൈസസും മറ്റൊന്ന് അദാനി പോർട്ടുമാണ്. കൂടാതെ ട്രെൻഡ്, ശ്രീറാം ഫിനാൻസ്, ബജാജ് ഫിൻസർവ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, എറ്റേണൽ പോലെയുള്ള സ്റ്റോക്കുകൾ നന്നായിട്ട് മുന്നോട്ട് വന്നതായിട്ട് കാണാം. പ്രത്യേകിച്ച് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര സ്റ്റോക്ക് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റോക്കാണ്. കാരണം ശക്തമായൊരു റിസൾട്ടാണ് ഓട്ടോ സെഗ്മെൻറ്റിൽ ഉള്ള ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചിട്ടുള്ളത്. നിഫ്റ്റി 50-ലെ ഈ ഒരു 7 സ്റ്റോക്കുകളിൽ 2 മുതൽ 7% വരെ റാലി നടന്നതായിട്ട് കാണാം. ഏറ്റവും അധികം റാലി നടന്നിട്ടുള്ളത് അദാനി സ്റ്റോക്കുകളിലാണെന്നും കാണാൻ കഴിയും. ഇനി സെക്ടോറൽ ഇൻഡെക്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ഇൻഡെക്സുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തതെങ്കിലും നിഫ്റ്റി ബാങ്ക് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് ഇൻഡെക്സിലുള്ള പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സും PSU ബാങ്കിൻ്റെ ഇൻഡെക്സും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലുള്ള 12 സ്റ്റോക്കുകളിൽ 6 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ ബാക്കിയുള്ള 6 സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തതായിട്ട് കാണാം. ആ ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകൾ നമ്മൾ കാണുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക്, ICICI ബാങ്ക്, ഇൻഡസിൻഡ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, അതുപോലെ SBI, കൊഡാക് മഹീന്ദ്ര ബാങ്ക്. ഈ സ്റ്റോക്കുകളൊക്കെയാണ് താഴോട്ടേക്ക് പോയിട്ടുള്ളത്. അത് ഏറ്റവും വലിയ ഫോൾ എന്ന് നടന്നിട്ടുള്ളത് കൊഡാക് മഹീന്ദ്ര ബാങ്കിലാണ്. കൂടാതെ SBIയിലും ഏകദേശം 1% കൂടുതലുള്ള ഒരു ഫോൾ ഇന്ന് നടക്കുകയുണ്ടായി. അപ്പോൾ ഈ 2 ബാങ്ക് സ്റ്റോക്കുകളുടെ Q4 റിസൾട്ടുകൾ ഇന്നലെ വന്നതായിരുന്നു. അപ്പോൾ അതിനോട് മാർക്കറ്റ് വളരെ നെഗറ്റീവായിട്ടാണ് പ്രതികരിച്ചതെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ 2 സ്റ്റോക്കുകളുടെ റിസൾട്ടാണ് ബാങ്ക് നിഫ്റ്റിയെ താഴോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ കൊഡാക് മഹീന്ദ്ര ബാങ്കിൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയറിൽ 10% റവന്യൂ ഗ്രോത്ത് ഉണ്ടെങ്കിലും പ്രോഫിറ്റിൽ 7% ഒരു ഡ്രോപ്പാണ് കാണുന്നത്. അതേപോലെ SBIയുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഇയർ ഓൺ ഇയറിൽ 8% ഒരു റവന്യൂ ഗ്രോത്ത് ഉണ്ടെങ്കിലും പ്രോഫിറ്റിൽ 8% ഡ്രോപ്പാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ മറ്റ് ബാങ്ക് സ്റ്റോക്കുകളായിട്ട് ICICI, HDFC, ആക്സിസ് ബാങ്കുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ SBIയുടെയും കൊഡാക് മഹീന്ദ്ര ബാങ്കിൻ്റെയും പെർഫോമൻസ് മോശമാണെന്ന് കാണാം. അപ്പോൾ ICICI ബാങ്കിൽ ഇയർ ഓൺ ഇയറിൽ 15% പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായി, HDFCയിൽ 6% പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായി, ആക്സിസിൽ 1% നേരിയൊരു ഡ്രോപ്പ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സ്റ്റോക്കുകളുടെ ഇങ്ങനെ ഈ രീതിയിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് SBIയുടെയും കൊഡാക് മഹീന്ദ്ര ബാങ്കിൻ്റെയും റിസൾട്ടുകൾ മാർക്കറ്റ് പ്രതീക്ഷ അത്ര വന്നിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ ഗ്ലോബലായിട്ട് നടക്കുന്ന ചില സംഭവവികാസങ്ങളിലേക്ക് നോക്കുമ്പോൾ US മാർക്കറ്റ് നമ്മൾ കൂടുതൽ സ്റ്റേബിളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ S&P 500ൻ്റെ ഒരു വിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അത് വളറ്റിലിറ്റി ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 24 എന്നുള്ള ലെവലിലേക്ക് എത്തിയതായിട്ട് കാണാം. നമുക്കറിയാം കഴിഞ്ഞ മാസം ഹൈ വളറ്റിലിറ്റി നടന്ന US മാർക്കറ്റിൽ 30 മുതൽ 40% വരെ വിക്സ് ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ നിന്നാണ് ഈ രീതിയിൽ 20നോട് അടുത്തേക്ക് ഇപ്പോൾ വിക്സ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കൂടാതെ US-ലെ FOMC മീറ്റിംഗ് അഥവാ ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി മീറ്റിംഗ് അത് മെയ് 6-7 തീയതികളിൽ നടക്കുകയാണ്. ഇപ്പോൾ നാളെയും മറ്റന്നാളും നടക്കുന്ന ഈ ഒരു മീറ്റിങ്ങിൽ അതിൻ്റെ പോളിസി സ്റ്റേറ്റ്മെൻറ്റ് വരാൻ പോകുന്നത് 2nd ഡേ ആയിരിക്കും. അപ്പോൾ പോളിസി മീറ്റിംഗ് ഔട്ട്കമ്മിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഫെഡറൽ റിസർവ് ചെയർ ആയിട്ടുള്ള ജെറോം പവൽ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു പ്രസ് കോൺഫറൻസ് കസ്റ്റമറി ആയിട്ട് സ്ഥിരമായിട്ട് നടത്തുന്നതാണ്. അപ്പോൾ അവിടെ അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം വരാൻ പോകുന്ന ഈ ഒരു ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായി മാറാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വെനസ്ഡേ വരാൻ പോകുന്ന ആ ഒരു ഔട്ട്കം വരുന്നത് വരെ മാർക്കറ്റ് പൊതുവെ ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും സ്വീകരിക്കുക. കാരണം അവിടെ വരാൻ പോകുന്ന ഏതെങ്കിലും വിധത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരാൻ സാധ്യതയില്ല എന്ന അടിസ്ഥാനത്തിലുള്ള പരാമർശങ്ങളോ ഇതൊക്കെ മാർക്കറ്റിനെ വലിയ തോതിൽ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ നിലവിലെ 1-2 ദിവസങ്ങളിൽ ഒരു വയലൻ്റ് മൂവ് അപ്സൈഡ് ആയിട്ടോ ഡൗൺ സൈഡ് ആയിട്ടോ കാണാൻ കഴിയില്ലെങ്കിലും ഈ ഒരു FOMC മീറ്റിങ്ങിൻ്റെ ഔട്ട്കമ്മിന് ശേഷം തീർച്ചയായിട്ടും ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാറ്റലിസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ക്രൂഡ് ഓയിൽ പ്രൈസിൽ വന്ന വമ്പിച്ച ഫോളാണ്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് 85% അതിൻ്റെ ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ
നിറവേറ്റുന്നത് ഇമ്പോർട്ടിലൂടെയാണ്. ഇപ്പോൾ 85% ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു റോ മെറ്റീരിയൽ അതിലുണ്ടാകുന്ന പ്രൈസ് ഫ്ലക്ച്വേഷൻ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട്. ക്രൂഡ് ഓയിലിൽ സ്വപ്നതുല്യമായിട്ടുള്ള ഒരു പ്രൈസ് ഡ്രോപ്പാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട ബെഞ്ച് മാർക്കാണ് അതിൻ്റെ പ്രൈസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യാറുള്ളത്. ഒന്ന് ബ്രന്റ് ക്രൂഡും മറ്റൊന്ന് WTI ക്രൂഡും. അപ്പോൾ ബ്രന്റ് ക്രൂഡ് എന്ന് പറയുന്നത് നോർത്ത് സീയിൽ, അതായത് UK മുതൽ നോർവേ വരെയുള്ള റീജിയണിൽ അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഓയിലിനെയാണ് നമ്മൾ ബ്രന്റ് ക്രൂഡ് എന്ന രീതിയിൽ അതിൻ്റെ ഇൻഡെക്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതേപോലെ അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള വെസ്റ്റ് ടെക്സാസ് ഇൻ്റർമീഡിയറ്റ് അഥവാ WTI എന്ന് പറയുന്ന ക്രൂഡ് ഓയിൽ ഇൻഡെക്സും ഉണ്ട്. ഇത് അമേരിക്കയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട പ്രൈസാണ്. അപ്പോൾ ഈ 2 പ്രൈസിനെയും സ്വാധീനിക്കുന്ന ഒന്നാണ് ഒപെക് രാജ്യങ്ങളുടെ തീരുമാനങ്ങൾ. ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഒപെക് രാജ്യങ്ങളുടെ ഒരു തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂണിന് ശേഷം അവർ ഓയിൽ പ്രൊഡക്ഷൻ വലിയ തോതിൽ ഇൻക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പ്രസ്താവനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസിൽ വലിയ തോതിലുള്ള ഡ്രോപ്പ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ഈ 60-ൽ താഴെ കാണുന്ന ഈ പ്രൈസ് എന്ന് പറയുന്നത് 2021 ഫെബ്രുവരിക്ക് ശേഷമുള്ള ലോവസ്റ്റ് ആയിട്ടുള്ള ലെവലാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒപെക് രാജ്യങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ആയിട്ട് പറയുന്നത് കസാക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അവർ ഭയങ്കരമായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ ഒപെക് രാജ്യങ്ങളുടെ തീരുമാനങ്ങൾ അനുസരിക്കാതെ മാർക്കറ്റിൽ വൻതോതിൽ ഓയിൽ സപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാജ്യത്തെ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അതിനെ പണിഷ് ചെയ്യണമെന്ന് ഒപെക് രാജ്യങ്ങളുടെ മെമ്പേഴ്സ് ഒരു തീരുമാനം എടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒപെക് രാജ്യങ്ങൾ ഈ രീതിയിൽ വമ്പിച്ച പ്രൊഡക്ഷൻ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കസാക്കിസ്ഥാൻ ഓയിലിൻ്റെ ഡിമാൻഡ് കുറയും. ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു തീരുമാനം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത് WTI ക്രൂഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 57 എന്നുള്ള ലെവലിലാണ്. ബ്രണ്ട് ക്രൂഡ് 60 എന്ന റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്രണ്ടിൻ്റെ ഒരു ഇന്നത്തെ ഡേയുടെ റേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 58 വരെ പ്രൈസ് ഡ്രോപ്പ് ആയതായിട്ട് കാണാം. അവിടെ നിന്നാണ് 60 എന്ന ലെവലിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ 58 എന്ന് പറയുന്നത് അതിൻ്റെ 52 വീക്ക് ലോ ആയിട്ടുള്ള റേഞ്ചാണ്. അപ്പോൾ അവിടെയാണ് ഇതിപ്പോൾ നിൽക്കുന്നത്. ഇനി WTI ക്രൂഡ് നോക്കുകയാണെങ്കിലും ഇന്നത്തെ അതിൻ്റെ ഡേ റേഞ്ച് എന്ന് പറയുന്നത് 55 എന്ന ലെവൽ വരെ താഴോട്ടേക്ക് പോയതായിട്ട് കാണാം. ഇപ്പോൾ 57 എന്ന റേഞ്ചിലാണ് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെയും ആ ഒരു 52 വീക്ക് ലോയിലേക്കാണ് പ്രൈസ് പോയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മോർഗൻ സ്റ്റാൻലി പോലെയുള്ള ഗ്ലോബൽ ബ്രോക്കറേജ് ഹൗസുകൾ പറയുന്നത് ഈ 60 എന്നുള്ള ആ ഒരു റേഞ്ചിൽ തന്നെ ഈ 2025 സെക്കൻഡ് ഹാഫിൽ ത്രൂ ഔട്ട് ക്രൂഡ് പ്രൈസ് നിൽക്കുമെന്നാണ് അവർ പ്രവചിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രൈസ് ഡ്രോപ്പ് ഒരു ഷോർട്ട് ടേം സംഭവമല്ല, കുറച്ചുകൂടി നീണ്ടു നിൽക്കുന്ന ഒരു പ്രൈസ് ഡ്രോപ്പ് ആയിരിക്കുമെന്നാണ് അവരുടെ ഒരു പ്രവചനം. അപ്പോൾ ഇങ്ങനെ ക്രൂഡ് ഓയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഡ്രോപ്പ് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 85% ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ പല ഇൻഡസ്ട്രിയൽ സെക്ടറിലും വലിയ അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഗുണഭോക്താവാകാൻ പോകുന്നത് എയർലൈൻസ് സെക്ടർ ആയിരിക്കും. അപ്പോൾ എയർലൈൻ സെക്ടറിലെ 60% അവരുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ക്രൂഡുമായി ബന്ധപ്പെട്ട ഈ ഫ്യൂവൽ പ്രൈസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് കുറയുമ്പോൾ അതിൻ്റെ ആനുപാതികമായിട്ട് ഒരിക്കലും എയർലൈൻസ് അവരുടെ പ്രൈസ് കുറക്കാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ പ്രോഫിറ്റ് വൻതോതിൽ വർദ്ധിക്കും. അപ്പോൾ അത് അവരുടെ പ്രോഫിറ്റബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത് ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ എന്ന് പറയുന്ന, പ്രത്യേകിച്ച് എയർലൈൻ സെഗ്മെൻറ്റിൽ, പ്രൈവറ്റ് എയർലൈൻസ് സെഗ്മെൻറ്റിൽ ഒരു മൊണോപ്പൊളി ആ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഇൻഡിഗോ എയർലൈൻസിൻ്റെ ആ ഒരു പാരൻറ്റ് കമ്പനിയിൽ അതിൻ്റെ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് 3.64% ഒരു അപ്സൈഡ് മൂവാണ്. ഇതേപോലെ തന്നെ ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് അനുഗ്രഹമാകുന്ന മറ്റ് കമ്പനികൾ എന്ന് പറയുന്നത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളാണ്. അപ്പോൾ ഇവിടെ 2 പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നമ്മൾ കാണുമ്പോൾ ഒന്ന് BPCL അതുപോലെ HPCL പോലെയുള്ള സ്റ്റോക്കുകൾക്ക് ഇത് വലിയൊരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. കാരണം അവരുടെ വലിയ തോതിലുള്ള മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് ഉള്ള ഈ 2 കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്തുകൊണ്ട് ഈ പെട്രോൾ, ഡീസൽ ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ അനുഗ്രഹമായിട്ട് ഇത് മാറാൻ പോവുകയാണ്. അതേപോലെ ഇത് റിലയൻസും ഈ പെട്രോൾ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി എന്നുള്ള നിലക്ക് അവർക്കും ഒരു അനുഗ്രഹമായിട്ട് ഇത് മാറാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിന്ന് കാണാൻ കഴിയും BPCLൻ്റെ ഒരു പ്രൈസിൽ 3.31% ഒരു അപ്സൈഡ് മൂവ് കാണാൻ കഴിയും. അതുപോലെ ഏറ്റവും വലിയ മൂവ് ഇന്ന് ഈ ഒരു ക്രൂഡ് ഓയിൽ പ്രൈസ് ഡ്രോപ്പുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ളത് HPCLനാണ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. അതിൻ്റെ 6.87% ഒരു മൂവാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. ഇതേപോലെ റിലയൻസിലും
0.53% ഒരു അപ്സൈഡ് മൂവ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിലാണ്. അതിലൊന്ന് പെയിൻറ്റ് സെക്ടറാണ്. പ്രത്യേകിച്ച് ഈ ഡെക്കറേറ്റീവ് പെയിൻറ്റ് സെഗ്മെൻറ്റിലുള്ള ഒഴിച്ചുകൂടാനാവാത്ത ഒരു റോ മെറ്റീരിയലാണ് ക്രൂഡ്. അപ്പോൾ പെയിൻറ്റ് മാനുഫാക്ചറിങ് രംഗത്ത് ഏകദേശം 300ഓളം ഈ ക്രൂഡുകളുടെ ഡെറിവേറ്റീവ്സ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിൻ്റെ 55 മുതൽ 60% വരെ വരുന്നത് ഈ ക്രൂഡ് ഓയിലിൻ്റെ ഇൻപുട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്രൂഡ് ഓയിൽ പ്രൈസ് ഡ്രോപ്പ് ആകുമ്പോൾ ഇവരുടെ ഓപ്പറേഷൻ കോസ്റ്റിൽ ആ 55-60% ആ ഒരു ഏരിയയിലാണ് ഇത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഇവരുടെ മാർജിൻ വർദ്ധിപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് ഇന്ന് പെയിൻറ്റ് സ്റ്റോക്കുകളിലും കാണാൻ കഴിയും. ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് 1.29% അപ്പായിട്ടുണ്ട്. അതുപോലെ ബർജർ പെയിൻറ്റ്സ് 1.91% അപ്പായിരുന്നു. അതുപോലെ ഇൻഡിഗോ പെയിൻറ്റ്സ് 1.74% അപ്പായിരുന്നു. ഇതുകൂടാതെ ബ്രണ്ട് ക്രൂഡ് ഒരു മേജർ സോഴ്സ് ഓഫ് റോ മെറ്റീരിയലായിട്ട് നിൽക്കുന്ന ഒരു സെക്ടറാണ് ടയർ സെക്ടറുകൾ. അപ്പോൾ ഈ ബ്രണ്ട് ക്രൂഡ് ഈ സിന്തറ്റിക് റബ്ബറിനും അതേപോലെ പെട്രോ കെമിക്കൽ പ്രോഡക്ട്സും ഈ ടയർ മാനുഫാക്ചറിങ് രംഗത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്കിന്ന് ജാക്കെ ടയർ എന്ന് പറയുന്ന ടയർ സ്റ്റോക്കുകൾ കാണാൻ കഴിയും. അവിടെ 3.89% ഒരു അപ്സൈഡ് മൂവ് ആ സ്റ്റോക്കിൽ കാണാൻ കഴിയും. അതുപോലെ അപ്പോളോ ടയേഴ്സിലും 1.83% ഒരു അപ്സൈഡ് മൂവ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ MRFലും ഏകദേശം 1% അപ്സൈഡ് മൂവ് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.